Hi friends, welcome back to day 27, 30-day study plan of laboratory assistant 10th mains examination. നാളെയാണ് ഡേ 27. ഡേ 27ൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പതിവ് പോലെ നമ്മൾ ചെയ്യുന്ന മെം സീരീസ് കണ്ടിന്യൂ ചെയ്യുക. പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിൽ നോക്കിയിട്ട് മെം സീരീസ് കണ്ടെത്തി അതിലെ PYQs സോൾവ് ചെയ്യുക. ബുദ്ധിമുട്ടുള്ള ഭാഗം എന്താണ് തെറ്റ് അല്ലെങ്കിൽ എങ്ങനെ തെറ്റ് വന്നു അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കി പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ PYQ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കറണ്ട് അഫെയേഴ്സ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ജാനുവരി 2025 നിങ്ങൾ റിവൈസ് ചെയ്യുക. കറണ്ട് അഫെയേഴ്സ് പഠിക്കുമ്പോൾ ഒക്ടോബർ 2024 മുതൽ ഏപ്രിൽ 2025 വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പഠനം നടത്തുക. ജാനുവരി 2024 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും ഇനി നിങ്ങൾ അങ്ങോട്ട് റിവൈസ് ചെയ്യുമ്പം ഒരു ഒക്ടോബർ നവംബർ 2024 മുതലുള്ള കാര്യങ്ങൾ തൊട്ട് ഏപ്രിൽ 2025 വരെയുള്ള കാര്യങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തത് റിവിഷന് വരേണ്ടത് കറണ്ട് അഫെയേഴ്സിലെ കുറച്ച് ടോപ്പിക് തന്നെയാണ് തരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പഠിക്കുക, MT വാസുദേവൻ നായരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അതുപോലെ ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് ഈ ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യുക. അതുപോലെ അപ്പോയിൻമെൻറ്റ്സ്, റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് റിവിഷന് വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് ഈ കറണ്ട് അഫെയേഴ്സിൽ നമ്മളൊന്ന് നോക്കി പോകേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള CLR, ക്യാഷ് ലിക്വിഡിറ്റി റേഷ്യോ, റിവേഴ്സ് റിപ്പോ റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഏപ്രിൽ 2025 പുതിയ ഇക്കണോമിക് ഇയർ തുടങ്ങുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ റിവേഴ്സ് റിപ്പോയിലൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ റിപ്പോ റേറ്റിലൊക്കെ വന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ RBIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് RBIയുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. പിന്നെ SCERT ഹോട്ട് ലെസൺസിൽ പഠിക്കാനായിട്ട് 2 ചാപ്റ്റേഴ്സ് ഞാൻ ബയോളജി എന്ന് പറയാം. സെക്രട്ടേറിയറ്റ് എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് 10th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ബയോളജിയിലെ ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന ചാപ്റ്ററും അതുപോലെ 10th സ്റ്റാൻഡേർഡിലെ തന്നെ 7th ചാപ്റ്റർ നാളെയുടെ ജനിതകം, ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. SCERT ഹോട്ട് ചാപ്റ്ററിൻ്റെ റിവിഷൻ വരുന്നത് 9th സ്റ്റാൻഡേർഡിലെ 9th ലെസൺ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, ഒന്ന് റിവൈസ് ചെയ്തെടുത്താൽ മതി. ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ആ ഭാഗത്ത് RBIയുടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും RBI ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ നിങ്ങൾ എടുത്ത് വെച്ച് പഠിക്കണം കേട്ടോ. ഇനി സമയമില്ലാത്തവർ ഈ ഒരു ചാപ്റ്ററിൽ റിവൈസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കിട്ടും. എങ്കിലും കുറച്ച് കാര്യങ്ങൾ RBIയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച് തന്നെ ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ 27 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഡേ 27 കൂടിയിട്ട് പുതിയ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് 3-4 ദിവസമുള്ളിടത്ത് നമ്മൾ റിവിഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഒരു കാര്യവും പുതിയതായിട്ട് പഠിക്കുന്നില്ല. ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് PYQs ചെയ്യുന്നു, ഈ മെം സീരീസ് ചെയ്യുന്നു. അതോടൊപ്പം ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിലും കറണ്ട് അഫെയേഴ്സ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഹോട്ട് ടോപ്പിക് ആണെങ്കിലും ഒക്കെ റിവിഷൻ മാത്രമാണ് ഇനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡേ 27 വരെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് കവർ ചെയ്യേണ്ട ഹോട്ട് ടോപ്പിക്സ് എല്ലാം നല്ല രീതിയിൽ ടൈം ടേബിളിലൂടെ നിങ്ങൾക്ക് ഞാൻ തന്നു എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ഡേ 27 വരെ നമ്മൾ തന്ന ടോപ്പിക്സ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്ത് വന്നവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ള 3 ദിവസങ്ങളിൽ റിവിഷൻ മാത്രമായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. പുതിയതായിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നില്ല. റിവിഷൻ എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ, ഇനി എക്സാമിനും വളരെ 3 ദിവസമാണുള്ളത്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് മാക്സിമം റിവിഷൻ ചെയ്തെടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് നമുക്ക് നല്ലതല്ല. അത് പഠിച്ച് എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ടെൻഷൻ വേറെ ഉണ്ടായിരിക്കും. പഠിച്ചിടത്തോളം മതി ആ കാര്യങ്ങൾ വെച്ച് നല്ല രീതിയിൽ റിവിഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ഡേ 28 മുതൽ റിവിഷൻ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.